നോർമൽ ചെമ്മീൻ ഫ്രൈ കഴിച്ച് മടുത്തോ? ഇന്ന് നമുക്കൊരു അടിപൊളി സ്പെഷ്യലായിട്ടുള്ളൊരു ചെമ്മീൻ ഫ്രൈ റെസിപ്പി കണ്ടാലോ? കം ടു മൈ വീഡിയോ. സോ ഈ സ്പെഷ്യൽ റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുഞ്ഞായരിഞ്ഞ വെളുത്തുള്ളി ഇടുക, കുഞ്ഞായിട്ട് അരിഞ്ഞ ഉള്ളി വേണം. പിന്നെ പൊടികളാണ് കേട്ടോ: മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ മിക്സ് ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള അത്ര ഇടുക. പിന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചെമ്മീനിടുക. എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താലൊന്നും നടക്കില്ല, അതുകൊണ്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 30 to 40 minutes അത്രയും ടൈമൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. ഇനി നമ്മുടെ കുക്കിംഗ് പ്രൊസീജിയറാണ്. പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് വേപ്പില ഇടുക, കറി ലീവ്സ് ഇടുക. അതിന് ശേഷം നമ്മുടെ ചെമ്മീൻ ഇടുക. ഞാൻ കുറച്ച് കൂടുതൽ കറി ലീവ്സ് ഇടുന്നുണ്ട് കേട്ടോ, ബിക്കോസ് ഐ ലൈക്ക് ദാറ്റ് ടേസ്റ്റ്. ഇനി ഫ്രൈയിങ് പ്രൊസീജിയറാണ്. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈഡ് ആവണം. അപ്പോൾ കുറച്ച് നേരം ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ തിരിച്ചിടുക. ഏകദേശം ഈ ഒരു ടെക്സ്ചർ വരണം. കുറച്ച് നേരം കൂടി നമുക്ക് ഫ്രൈ ചെയ്യാം ഏതായാലും. സോ കുക്കിംഗ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാകമാണ് വേണ്ടത്. സോ നമ്മുടെ സ്പെഷ്യൽ അടിപൊളി ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇറ്റ്സ് സോ ഡിലീഷ്യസ്. യു ഹാവ് ടു ട്രൈ അറ്റ്ലീസ്റ്റ് വൺസ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മസ്റ്റ് ഐറ്റം തന്നെയാണ്. സോ നോർമൽ ചെമ്മീൻ ഫ്രൈ ഒക്കെ കഴിച്ച് മടുത്തവർക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ്. കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് വെച്ച് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ.